മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 3/4/1983 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. തൃക്കേട്ടയാണ് നക്ഷത്രം. തൃക്കേട്ട 3-ാം പാദം. മിഥുന ലഗ്നം. ലഗ്നത്തിൽ രാഹു. 2 ശൂന്യം. 3-ൽ ഗുളികൻ. 4 ശൂന്യം. 5-ൽ ശനി. 6-ൽ ചന്ദ്രൻ. വ്യാഴം. 7-ൽ കേതു. 8, 9 ഭാവങ്ങൾ ശൂന്യം. 10-ൽ സൂര്യൻ ബുധൻ. 11-ൽ ശുക്രൻ കുജൻ. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പ്രബല പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഇദ്ദേഹം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്തായിരിക്കും ഈ ഇലക്ഷൻ്റെ അദ്ദേഹത്തിൻ്റെ റിസൾട്ട്, അതുപോലെ തന്നെ ഭാവിയും. അപ്പോൾ നേരത്തെ തന്നെ കലാരംഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അറിയപ്പെടുന്ന ആളുമാണ്. ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ പ്രധാനമായും കർമ്മസ്ഥാനം ലഗ്നാൽ 10 സൂര്യൻ ബുധൻ നീചനാണ്. നവാംശത്തിലും ബുധൻ്റെ സ്ഥാനം അതേ രാശിയിൽ തന്നെയാണ്. അപ്പോൾ ആ നീചത്വം ഒഴിവാക്കിയെടുത്തു കഴിഞ്ഞാൽ സൂര്യൻ ബുധൻ കോമ്പിനേഷൻ വളരെ നല്ലതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുദാഹരണം, അദ്ദേഹത്തിനേക്കാൾ സീനിയറായിട്ടുള്ള കഴിവും പ്രാപ്തിയും പിടിപാടും ഉള്ള ഒരുപാട് പേര് ഉള്ളപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ജില്ലയിൽ ഇലക്ഷന് മത്സരിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിലേക്ക് വരുന്നത്. അത് തന്നെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ്. ലഗ്നാൽ 10-ൽ സൂര്യൻ ബുധൻ എന്ന് പറയുമ്പോൾ സൂര്യൻ പവർ, അധികാരം തീർച്ചയായിട്ടും അവിടെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ ലഗ്നത്തിൽ രാഹു ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ നീചനായതുകൊണ്ടും ഒരല്പം ടഫ്നെസ് ഉദ്ദേശിക്കുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് തൊഴിൽ, രാഷ്ട്രീയം ഒരു തൊഴിലായിട്ട് ഞാൻ പേഴ്സണലി കാണുന്നില്ല, പക്ഷേ കർമ്മമേഖല, പ്രവർത്തന മേഖല എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഭാവിയിലേക്ക് കറക്റ്റായിട്ടുള്ള ചുവടുവയ്പ്പുകളിലൂടെ, നീക്കങ്ങളിലൂടെ അല്പസ്വല്പം തന്ത്രവും ഉപയോഗിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയമായി ഒരുപാട് ഉയരങ്ങളിൽ എത്താനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അതിൻ്റെ മറ്റൊരു കാരണമാണ് 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം ഗജകേസരി യോഗം ചെയ്ത് ചന്ദ്രനോടൊത്ത് നിൽക്കുന്നു. 6-ലാണ് എന്നിരുന്നാൽ തന്നെയും പ്രസ്തുത വ്യാഴം ലഗ്നാൽ 10-ലേക്ക് തൻ്റെ 5-ാം ദൃഷ്ടിയും നടത്തുന്നു. അവിടെ സൂര്യനുമുണ്ട്. ഇത് വളരെ കോയിൻസിഡൻ്റലാണ്. അതുപോലെ തന്നെ ലക്വൈസ്, അതുപോലെ തന്നെ അധികാരം, പവർ പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജാതകത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ കഴിവും പ്രാപ്തിയും പിടിപാടും എല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിലേക്ക് അത്തരം ഒരു അവസരം തേടി എത്തിയത്. അതാണ് ഗ്രഹനിലയുടെ പവർ എന്ന് പറയുന്നത്. മുൻപ് വലിയ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമുള്ള ഒരു ആളൊന്നുമല്ല ഇദ്ദേഹം. എന്നിരുന്നാൽ തന്നെയും കൃത്യസമയത്ത് അദ്ദേഹത്തിലേക്ക് അത് എത്തപ്പെടുകയായിരുന്നു. ശനി എല്ലാവരും വില്ലനാണ് എന്ന് പറയും. 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി, ശനിദശ, ശനിയുടെ അപഹാരം പോലെയുള്ള ശനിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരുപാട് ആളുകൾ, സാങ്കല്പികമായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. എന്നാൽ ശനി അങ്ങനെയല്ല. ശനി അതിൻ്റെ ജോലി, കർമാധിപനാണ്. ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കുറിച്ചിട്ട് തരുന്ന ഒരു ശക്തനായ ഗ്രഹമാണ്. റെക്കമെൻഡേഷൻസ് സ്വീകരിക്കാത്ത ഗ്രഹം. പാടത്ത് പണി, വരമ്പത്ത് കൂലി. ഇതാണ് ശനിയുടെ സ്വഭാവം ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ. ഇദ്ദേഹത്തിന് ലഗ്നാൽ 5-ലാണ് ശനി നിൽക്കുന്നത്. 5-ൽ ശനി ഉച്ചനായി നിൽക്കുന്നു. നല്ലതാണ്. ഇദ്ദേഹത്തിന് ശനിയുടെ അപഹാരവുമാണ് നടക്കുന്നത്. 2025 ഓഗസ്റ്റ് 3 തൊട്ട് 2027 മാർച്ച് 4-ാം തീയതി വരെ ഇദ്ദേഹത്തിന് ചന്ദ്രനിൽ ശനിയാണ്. ഈ ശനിയുടെ അപഹാര സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരവസരം ഒരു വലിയ പാർട്ടിയിൽ നിന്ന് വന്നതും അദ്ദേഹം അത് ചെയ്യുന്നതും. അപ്പോൾ ശനി മോശമല്ല എന്ന് തിരിച്ചറിയുക. പിന്നെ ജയപരാജയങ്ങൾ അത് തീർത്തും രാഷ്ട്രീയമാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല.
ഇദ്ദേഹത്തിൻ്റെ ഭാവി എന്താകും? രാഷ്ട്രീയത്തിൽ ഗുണമുണ്ടാകുമോ, അതല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയോ നാടിനു വേണ്ടിയോ ഒക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചിരുന്നു. അതിന് ഉത്തരം വളരെ ലളിതമാണ്. 10ൽ സൂര്യൻ ബുധൻ കോമ്പിനേഷൻ ഉണ്ട്. അവിടേക്ക് 10ാം ഭാവാധിപനായിട്ടുള്ള ഗജകേസരി യോഗം ചെയ്തു നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 5ാം ദൃഷ്ടിയുമുണ്ട്. വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, ലഗ്നാൽ 10ൽ നീചനായിട്ടാണ് ലഗ്നാധിപൻ തന്നെ ബുധൻ നിൽക്കുന്നത്. അപ്പോൾ നീചമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്രൂക്കഡ് ഗെയിംസ്, ട്രിക്കി ഗെയിംസ് എതിർപാളയത്തിൽ നിന്നോ സ്വന്തം പക്ഷത്തു നിന്നോ ഒക്കെ വരാനുള്ള സാധ്യത ചവിട്ടിത്താഴ്ത്താൻ ഉണ്ടാകാം. അവിടെ മനസംയമനം പാലിക്കുക, അതുപോലെ തന്നെ പക്വതയോടെ കാര്യങ്ങളെ കാണുക. പ്രത്യേകിച്ചും രാഷ്ട്രീയമാണ്, മറുകണ്ഠം ചാടുന്ന ശീലങ്ങൾ ഒഴിവാക്കി തന്നെ ഇത്തരക്കാർ പോവുക. നീചനായിട്ട് 10ൽ ബുധൻ ലഗ്നാധിപനായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നീചമായിട്ടുള്ള അനുഭവങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും അവിടെയുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്, നല്ലതാണ്, അതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്നിരുന്നാൽ തന്നെയും മറുകണ്ഠം ചാടുന്ന പോലെയുള്ള ചിന്തകൾ തീർത്തും ഒഴിവാക്കി തന്നെ വേണം പോകാനായിട്ട്. കാരണം ലഗ്നത്തിൽ രാഹു ഉള്ളതുകൊണ്ട് ഇത് മതിയോ അല്ലെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വേണോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉള്ളിലുണ്ടാവാം. എന്നാൽ ലഗ്നാൽ 5ൽ ശനി ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് ഇത്തരം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്തും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ശനി വേണ്ടുന്ന കാര്യം ഉച്ചസ്ഥനാണ്, വേണ്ടുന്ന കാര്യം വേണ്ടുന്ന രീതിയിൽ ഗുണപ്രദമായി തന്നെ ചെയ്തു കൊടുക്കും. അതിന് കൃത്യമായിട്ട് 1-2 പരിഹാരങ്ങൾ കൂടിയുണ്ട്. അത് ആഴ്ചയിൽ 1 എന്നുള്ള ക്രമത്തിലെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 11ലാണ് കുജൻ ശുക്രൻ കോമ്പിനേഷൻ. ഇതും ഒരല്പം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. 5ാം ഭാവാധിപൻ ശുക്രനാണ്. എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അത് വളരെ അത് ദൈവത്തോട് കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം. അവിടെയാണ് ഈ പറയുന്ന കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സൂത്രബുദ്ധി നീക്കങ്ങൾ വഴി ആരോപണങ്ങൾ കേൾക്കാനോ അത്തരം സാഹചര്യങ്ങൾ വരാനോ ഉള്ള സാധ്യത മുൻകൂട്ടി കണ്ട് തന്നെ വേണം പോകാനായിട്ട്. രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്ക ഘട്ടത്തിൽ അല്പം ഒരു ടഫ്നെസ് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ കൃത്യമായി നീക്കങ്ങൾ നടത്തി കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ ഉയരങ്ങളിൽ തന്നെ രാഷ്ട്രീയമായി എത്താനുള്ള ഒരു ഭാഗ്യം, യോഗം ഈ വ്യക്തിക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്താൽ തൃക്കേട്ടയാണ് നക്ഷത്രം, ബുധദശയിൽ ജനിച്ചു. 88 വരെ ബുധൻ, അതിനുശേഷം 7 കൊല്ലം കേതു, ശേഷം 20 കൊല്ലം ശുക്രൻ, ശേഷം 6 കൊല്ലം സൂര്യൻ, അതിനുശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശ ചന്ദ്രൻ 10 കൊല്ലം 2031 വരെ, ശേഷം 7 കൊല്ലം ചൊവ്വ 2038 വരെ, 2031 വരെ ചന്ദ്രൻ, 38 വരെ ചൊവ്വ, അതിനുശേഷം 18 കൊല്ലം രാഹു, ശേഷം ഗുരു ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ചന്ദ്രനിൽ ശനിയാണ് നടപ്പ് ദശ 3/8/2025 തൊട്ട് 4/3/2027 വരെ. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.